അവിടേക്കൊക്കെ ഉത്സവം തുടങ്ങി. നമ്മളിങ്ങോട്ട് ഉത്സവമൊക്കെ തുടങ്ങിയേ. അമ്മ എനിക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ചെന്ന ഉടുപ്പാട്ടാണ് ഞാൻ ഇട്ടത്. അത് ഇടാത്തതിന് അമ്മയ്ക്ക് ഭയങ്കര പരാതിയും പരിഭവം ഒക്കെ ഉണ്ടായിരുന്നേ. അമ്പലത്തിലെത്തി നല്ലൊരു മനസ്സിന് സുഖവും സമാധാനമൊക്കെ ഇട്ടു. പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങി തൊട്ടു. നമുക്കെപ്പോഴും പിള്ളേർക്ക് പ്രസാദം തൊടുമ്പോൾ കണ്ണാടിയിലൊക്കെ നോക്കി തൊട്ടണ്ടേ. ഞാൻ എൻ്റെ ഫോണിൽ നോക്കി തൊട്ടതാട്ടോ. ഈ അമ്പലക്കളം കണ്ടോ, ഈ വെള്ളത്തിൽ കൊടീൻ്റെ ഇത് കാണുന്ന സമയത്ത് നല്ല ഭംഗിയില്ലേ. ഒരെണ്ണം പോയപ്പം ഫസ്റ്റ് ട്രിപ്പ് തന്നെ കയറി ഇരുന്നു കേട്ടോ. അത്ര ഇലയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടിയ സമയത്ത് ശർക്കരപ്പേരി ഞാൻ ആദ്യം തന്നെ കഴിച്ചു വിട്ടു. പിന്നെ സാമ്പാർ എനിക്ക് കുറച്ചും കൂടെ കഷ്ണമൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞപ്പം ചേട്ടൻ കുറച്ചും കൂടെ തന്നു കേട്ടോ. ആഹാ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമായി. എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന അല്ലാണ്ട് തന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയല്ലേ. വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ പയറ് പായസം കഴിച്ചു. അമ്പലത്തിൽ പോയതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് കേട്ടോ. പയറ് പായസം ഞാൻ കഴിക്കാറില്ല, അമ്പലത്തിൽ പോയതുകൊണ്ട് കഴിച്ചാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി കേട്ടോ അമ്പലത്തിൽ പോയത്. പിന്നെ തറവാട്ടിൽ നിന്ന് ഇവൻ്റെ വർത്താനം കുറച്ച് കേട്ടിരുന്നു കേട്ടോ. ആരോടാന്നറിയാം, മാമിനോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു, ബൈ.